ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊരു ഒരു സ്റ്റിക്ക് മേടിച്ചതും പിന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ഇത് കൂടെ സ്റ്റിക്ക് മേടിച്ചതുമാണ്. അപ്പം ഇത് രണ്ടും കൂടെ ഉള്ള വ്യത്യാസവും രണ്ടും കൂടെ ഉള്ള വിലയുടെ ഇതേ കൂട്ടും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. നല്ലതായിരിക്കാം എല്ലാവർക്കും കിട്ടുന്നത്. പക്ഷേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മേടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചതി പറ്റിയതാണ് ഇത്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് പിള്ളേർ ഞങ്ങൾ പൊട്ടിച്ച് നോക്കിയതാണ് കേട്ടോ. സത്യത്തിൽ നമ്മൾ പൊട്ടിച്ചതാണ്. അതുപോലെ തന്നെ എന്നിട്ട് വെച്ചിരുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മളെടുത്ത് നോക്കിയതാണ് ഈ സംഭവം വന്നപ്പോൾ. ഇത് കണ്ടോ, ഈ ഒരു സെൽഫി സ്റ്റിക്കാണ് നമ്മൾ വാങ്ങിച്ചത്. ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമുക്ക് കടകളിൽ 250 രൂപ അല്ലെങ്കിൽ 300 രൂപ അതിന് മേളിലാകുകയില്ല. പക്ഷേ നമുക്കിത് കിട്ടിയത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയതെന്ന് പറയാനായിട്ട്. അപ്പോൾ നമുക്കിത് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വില കേട്ടാൽ എല്ലാവരും ഞെട്ടും. നമുക്ക് 250 രൂപ അല്ലെങ്കിൽ 300 രൂപയ്ക്ക് നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് ഈ സാധാരണ ഈ സെൽഫി സ്റ്റിക്ക് കിട്ടിയത് ഇത് കണ്ടോ, സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ സെയിം സ്റ്റിക്ക് തന്നെ ആട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മൾ സെൽഫി എടുക്കുന്ന ഈ സ്റ്റിക്ക് തന്നെ. ഇത് കണ്ടോ, ഇത് സെയിം സ്റ്റിക്ക്. ഈ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ 350 അല്ലെങ്കിൽ 250 രൂപയ്ക്ക് ഞാൻ 250 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത്. അപ്പം ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്മളെ പറ്റിച്ചതാണ്. നമ്മളിത് ഓർഡർ ചെയ്തപ്പോൾ ഇത് സ്റ്റിക്ക് ഇതൊന്നും അല്ല അവർ കാണിച്ചിരുന്ന സ്റ്റിക്ക്. പക്ഷേ നമ്മളിത് മാറി കൊടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ സൈറ്റും അറിയില്ല. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ടും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കാൻ പോയില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 700 കാണാവോ എന്ന് എനിക്കറിയത്തില്ല. 799 രൂപയുടെ ഒരു സ്റ്റിക്കാണ് ഈ സംഭവം. അപ്പം ഓൺലൈനിൽ നിന്നൊക്കെ എല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നോക്കിക്കോണം, ഇത് തന്നെയാണ് സംഭവം. അപ്പം ഞാനിത് റോജാനാണിത് മേടിച്ചത്. അപ്പം ഞാൻ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പൊട്ടിച്ചു എടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ കയ്യിൽ നമ്മളിത് ഡെലിവറി നമ്മൾ മേടിച്ചെടുത്തുനിന്ന് നമ്മൾ അവരുടെ കയ്യിൽ കൊടുത്തപ്പോഴും പറഞ്ഞു പൊട്ടിച്ചു പോയി, ഇനി ഇത് എടുക്കാൻ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരി, നമ്മൾ കൊടുത്തില്ല. അപ്പോൾ ഇത് ഞാൻ മേടിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി ഞാനിതിവിടെ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഉപകാരമില്ല. അതെനിക്കൊന്ന് ചൈനയുടെ സാധനമാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഈ നോട്ട് എഴുതിയേക്കുന്ന മുഴുവൻ ചൈനയുടെ സാധനമാണ്. അപ്പോൾ അതിനാണ് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുമ്പം ഇതിന് 250 രൂപ അല്ലെങ്കിൽ 300 രൂപ. അറിയാവുന്നവരൊക്കെ ഇതിൻ്റെ വിലയൊന്ന് കമൻറ്റിനകത്ത് പറയണം, ഇതിൽ കൂടുതലാവുമോ. ഞാനിത് സെയിം സാധനം തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 250 രൂപയ്ക്കും കോട്ടയത്ത് നിന്നൊരു ഷോപ്പിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. അത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം യാദൃശ്യവശാൽ താഴെ പോയി അതൊക്കെ പൊട്ടിപ്പോയതുകൊണ്ടാണ് ഞാൻ പിന്നെ എനിക്ക് സ്റ്റിക്കില്ലാതെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അല്ലാത്ത ഒരു സ്റ്റിക്ക് മേടിച്ചായിരുന്നു. അപ്പോൾ അതും നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ വെച്ചേക്കുകയല്ല, അവരെടുത്ത് പണിത് അത് കളയും. നമുക്ക് ഈ കുക്കിങ്ങൊക്കെ ആയതുകൊണ്ട് നമുക്ക് സ്റ്റിക്കിന് ആവശ്യം വരുമല്ലോ. അപ്പം അങ്ങനെ ഒരു വലിയൊരു അബദ്ധം പറ്റി. എല്ലാവരും ഓൺലൈനിൽ നിന്ന് ഭയങ്കരമായിട്ട് നല്ല നല്ല സാധനങ്ങളാണ് ഭയങ്കര വില കൊടുത്ത് മേടിക്കുന്നതല്ലേ. ഇങ്ങനത്തെ ഒരു അബദ്ധം ആർക്കെങ്കിലും ഒക്കെ പറ്റിയിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ ഇതാണ് അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് മേടിച്ചത്. ഇത് എന്നാ സൈറ്റിൽ നിന്നാണ് എവിടുന്നാണെന്നും എനിക്കറിയില്ല. റോജാനാണ് ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് നമുക്ക് മൊത്തത്തിൽ എല്ലാവരും ഒന്ന് അറിയണം. ഇങ്ങനെയൊക്കെയുള്ള സൈറ്റുകളിൽ കയറി ഇതുപോലത്തെ ഒരു സാധനം 799 രൂപയ്ക്ക് നമുക്ക് ഇതുണ്ട്. ഞാൻ കള്ളത്തരം ഒന്നും പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ വില കിടക്കുന്നുണ്ടോ, ആ ഒരു റേറ്റിൽ നമുക്കിത് മേടിക്കേണ്ട കാര്യം. നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പകുതിയുടെ 2-3 മേടിക്കാം. നമുക്ക് ഈ 799 രൂപ നമുക്ക് 3 മേടിക്കാം ഇത് കൂട്ടം. അപ്പം ഇതിൻ്റെ ഉപയോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, നമുക്ക് സാധാരണ സെൽഫി സ്റ്റിക്കിൻ്റെ അത് അങ്ങോട്ടും വളയരുത് ഇങ്ങോട്ടും വളയരുത്, ഇത്ര മാത്രമേ ഇത് വളയുള്ളൂ. അല്ലാത്ത സ്റ്റിക്കൊക്കെ നമുക്ക് തിരിച്ച് എങ്ങനെ വേണേലും നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വളയും. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരൊറ്റ ഒരു ആംഗിളിൽ മാത്രമേ ഈ സാധനം നിൽക്കുകയുള്ളൂ. ഇത് ഇങ്ങോട്ടും വളയ്ക്കാം ഇങ്ങോട്ടും വളയ്ക്കാം. നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ വല്ല സെൽഫി ഇത് എന്താ പറയുന്നത്, വല്ല പിള്ളേർ സെറ്റോ അല്ലെങ്കിൽ വല്ലോ എന്തെങ്കിലുമൊക്കെ വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ പോകുന്ന വഴിക്കൊക്കെ എടുക്കാനായിട്ട് കൊള്ളാം. കുക്കിങ്ങൊക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് ഇതിനുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു ഇതിൽ മാത്രം ഇത് നിൽക്കും, ഇങ്ങനെ അല്ലാതെ നിൽക്കുകയില്ല. അപ്പം എനിക്ക് പറ്റിയൊരു ഭയങ്കര ഒരു ഓൺലൈൻ ചതിയാണ് ഈ കാണിച്ചത്. 799 രൂപയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മേടിച്ചതാണ് ഈ സാധനം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്, നല്ല നല്ല സൈറ്റ് നോക്കി നല്ലിടത്ത് പോയി നോക്കി മേടിക്കും. പിന്നെ അതിനകത്ത് ആകെപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ചാർജ് ചെയ്യാനായിട്ട്, ഈ ഒരു ലൈറ്റ് ചാർജ് ചെയ്യാനായിട്ട്, പിന്നെ ഇത് ബ്ലൂടൂത്ത് ആണെന്നൊക്കെയാണ് അവർ അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഞാനിവിടെ ഞെക്കിയിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു ബ്ലൂടൂത്തിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഇതൊന്നും ഇതിനകത്ത് വന്നില്ല, ഓഫ് ആവുമോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും സംഭവമാണ്.
നമ്മുടെ ഈ 799 രൂപയുടെ ഈ സ്റ്റിക്ക് നമുക്ക് കിട്ടിയത്. അപ്പം ഒന്നുകൂടെ പറയുവാണ്, ആരെങ്കിലുമൊക്കെ ഓൺലൈൻ മീഷോയിലൊക്കെ ഞാൻ നോക്കിയിട്ട് ഇതിന് 219 രൂപ, പിന്നെ 218 രൂപ അങ്ങനെയുള്ള ആ ഒരു റേഞ്ചിലാണ് മീഷോയിലൊക്കെ ഇത് കിടക്കുന്നത്. പക്ഷേ ഇത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സൈറ്റിൽ പോയി വാങ്ങിച്ചതാണ്. നമ്മൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ആരും പോയി അതിനകത്തൊന്നും, അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പം നമ്മൾ ശരിക്ക് അത് നല്ല സൈറ്റാണോ അല്ലെങ്കിൽ നന്നായിട്ടൊക്കെയാണോ നോക്കിയിട്ട് മാത്രമേ കയറി വാങ്ങിക്കാവുള്ളൂ. ഇത് നമുക്ക് പറ്റിയ പോലത്തെ ഒരു പറ്റും, ഇതുപോലത്തെ ഒരു നഷ്ടം ആർക്കും ഉണ്ടാകരുത്. ഈ ഒരു സ്റ്റിക്കിന് ഇനിയിപ്പോൾ ഇത് നല്ല സ്റ്റിക്കൊക്കെയാണ് നമുക്കറിയില്ല, നമുക്ക് ഓരോരുത്തർ ഉപയോഗം ഓരോന്നല്ല. അപ്പോൾ ഇതേ അങ്ങനെ നമ്മളുടെ ആ ഒരു സ്റ്റിക്കിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മൾ ഓർഡർ ചെയ്തതാണിത്. ഇത് നമ്മൾ സാധാ പൊട്ടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ, ഇവർ പിള്ളേർ പൊട്ടിച്ചതാണ്. അവർ കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് 2 സ്റ്റിക്കും തമ്മിലുള്ള ഒരു ഇത് കാണിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച്. അപ്പം നമ്മൾ ഇത് എന്ന് പറയുന്ന ഈ സ്റ്റിക്കിന് 3300 രൂപയാണ് അതിൻ്റെ ഒറിജിനൽ വില. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കേട്ടോ വാങ്ങിച്ചത്. 3300 രൂപ ഇതിന് വില. അപ്പോൾ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 799 രൂപയാണെന്ന് തോന്നുന്നു. 799 രൂപയ്ക്ക് നമുക്ക് കിട്ടി. അപ്പം നമുക്ക് ഈ സ്റ്റിക്ക് 799 രൂപയ്ക്ക് കിട്ടി. നമുക്ക് ഈ സ്റ്റിക്കും 799 രൂപയ്ക്ക് കിട്ടി. ഇത് രണ്ടും കൂടെയുള്ള വ്യത്യാസമാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഓൾറെഡി നമുക്ക് ക്യാമറയൊക്കെ വെക്കാം. 3350 തോന്നുന്നു ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് കിടക്കുന്നത്. പക്ഷേ ഇത് നമുക്കെന്ന് പറയുമ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റിക്കാണ്. ഇതുകൊണ്ട് അതെന്തുമാത്രം അതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളും ഉണ്ട് താനും. അതുതന്നെയല്ല, നല്ല ബലമാണ് ഇതിന്, നല്ല ബലമുണ്ട്, നല്ല ഇതുണ്ടോ. ഇത് എന്തേലും വേണമെങ്കിലും നമുക്ക് ഹൈറ്റ് കൂട്ടുവോ കുറയ്ക്കുവോ, നമുക്ക് ഇനിയിപ്പോൾ കുക്കിങ്ങിൻ്റെ സ്റ്റാൻഡിന് പാൽ പിടിക്കുവോ, നമുക്ക് ഫേസ് കണ്ട് വീഡിയോ എന്ത് ചെയ്യാനാണെങ്കിലും ഇത് നമുക്ക് മതി. പക്ഷേ ഈ സാധനം ഇതിൻ്റെ വില സെയിം ആണെന്ന് ഓർക്കണം. ഇത് 799 രൂപ, ഇത് 799 രൂപ. പിന്നെ ഇതിനകത്തെന്ന് പറയുമ്പോൾ നമ്മൾ മേടിച്ചപ്പോൾ നമുക്ക് ഇത് ഓഫറിന് നമ്മൾ വാങ്ങിച്ചാൽ കേട്ടോ. ഇനിയിപ്പം ഒറിജിനൽ വിലയാണ് ഞാൻ ഈ പറഞ്ഞ 3350 രൂപ. അപ്പോൾ നമ്മൾ ഓഫറിന് വാങ്ങിച്ചതുകൊണ്ടാണ് നമുക്ക് അന്നേരം ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനും നമുക്ക് ഇതുണ്ടോ, നമുക്ക് മറ്റേ ബ്ലൂടൂത്ത് ഇതോ ഉണ്ട്, നിർത്താനും ഇതിനൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കിട്ടിയത് അതിനകത്തുണ്ടായിരുന്നതാണ് നമുക്കൊരു മൈക്ക്. അപ്പോൾ നമുക്ക് ഏതാ ലാഭം? നമ്മൾ മറ്റേ 799 രൂപയ്ക്ക് മേടിച്ച സെൽഫി സ്റ്റിക്കാണോ, അതിന് ആ വിലയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇനിയിപ്പോൾ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. അത്രയും വില അതിനില്ല സംഭവം. ഞാൻ മീഷോയിൽ നോക്കി, നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നോക്കി, ആമസോണിൽ നോക്കി, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ ഒരു വിലയില്ല. എല്ലാം 219 അല്ലെ 300 എത്തുന്നു. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നമുക്ക് അതിൻ്റെ കൂടെ ഈ നമ്മുടെ 799 രൂപയുടെ ഈ സ്റ്റാൻഡിൻ്റെ കൂടെ നമുക്ക് കിട്ടിയതാണ് ഈ ഒരു മൈക്കും ഉണ്ട്. നമുക്ക് ഈ ബ്ലൂടൂത്തിൻ്റെ ഓഫാക്കാനും ഓണാക്കാനും ഒക്കെയുള്ള ഈ സംഭവങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല, ഇതെനിക്കറിയില്ല ഇതിനെക്കുറിച്ചൊക്കെ. നമ്മളിനി അതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് വേണം നമുക്കിതൊക്കെ ഒന്ന് ഉപയോഗിക്കാനായിട്ട്. മൈക്ക് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, വേറെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ മൈക്കിന് പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ഉപയോഗങ്ങളൊന്നുമില്ല. നമുക്ക് സൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഉറക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളങ്ങനെ വോയിസ് കൊടുത്ത് ചെയ്യുന്ന വളരെ ചുരുക്കമുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അപ്പോൾ ഞാനത് കാണിക്കാനായിട്ട് വന്നതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ഒരു സ്റ്റാൻഡ്, ഇത് നമുക്ക് ക്യാമറ വെക്കാം. നല്ല ബലമാണ്. ഇതുണ്ടോ, അത്രയും നല്ല പവറായിട്ടുള്ളൊരു സംഭവമാണ്. ഇത് എന്തായാലും നമുക്ക് 5 അടിക്ക് മേളിൽ ഹൈറ്റ് കിട്ടുന്നുണ്ട് ഇതിന് നീട്ടി എടുക്കുമ്പോൾ. നമുക്ക് മൊബൈൽ വെക്കാം, എങ്ങനെ വേണമെങ്കിലും ഇതിനുള്ള ഇത് ക്യാമറ വെക്കാവത്തേൽ. അപ്പോൾ ആ ഒരു ടെക്നിക്കുള്ള സ്റ്റാൻഡാണിത്. അപ്പം ഇതിൻ്റെ വില 3000 ആണ്. പക്ഷേ ഇത് ഓഫർ പ്രൈസ് കിട്ടിയതെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഈ ഓൺലൈനിലൊക്കെ പോകുമ്പം നമ്മളെ എന്താ പറയുന്നത്, എനിക്കങ്ങനെ ഞാനങ്ങനെ ഓൺലൈനിൽ ഒരു സാധനം വാങ്ങിക്കാറില്ല, ഇത് ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ ഇത് കണ്ടപ്പം എൻ്റെ സ്റ്റിക്ക് പോവുകയും ചെയ്തപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് അത് 3 in 1 അങ്ങനെയും കണ്ടാത്തിൽ എഴുതിയിരുന്നത്. അപ്പം അതാണ്. അപ്പം നമുക്ക് മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മേടിച്ചാണ്. അപ്പോൾ മേടിച്ച സ്റ്റിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമുക്കതിൻ്റെ ഇത് മനസ്സിലായത്. അപ്പം ഞാൻ അതുകൊണ്ട് ഇത് രണ്ടും ഒന്ന് കാണിക്കാം എന്നോർത്തോണ്ട് കുഞ്ഞു വീഡിയോ ആയിട്ടൊരു ഇതൊക്കെ കാണിക്കാം. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി എന്നെപ്പോലെയൊക്കെ ഇതുപോലെ അറിയത്തൊന്നുമില്ല, അല്ലെങ്കിൽ അബദ്ധങ്ങളിൽ ആരും ചെന്ന് ചാടരുത്, അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ 2 സ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം.
ഇതും 799 രൂപ, ഇതും 799 രൂപ ഈ സ്റ്റിക്ക്. ഇതെങ്ങോട്ട് വേണേലും നമുക്ക് എങ്ങനെ വേണേലും ക്യാമറ വെക്കുവോ മൊബൈൽ വെക്കുവോ നമുക്ക് 5 അടി ഹൈറ്റിന് മേളിൽ വെക്കുകയോ ചെയ്യും. ഇത് നമ്മുടെ സാധാ സെൽഫി സ്റ്റിക്കാണ്. നമുക്ക് മറ്റുള്ള സൈറ്റുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള ഓൺലൈനുകളിലെല്ലാം നമുക്ക് ഇത് കിട്ടുന്ന വിലയെന്ന് പറഞ്ഞാൽ ഞാൻ പലയിടത്തും നോക്കിയിട്ട് 219 രൂപ, 225 രൂപ, 250 രൂപയ്ക്ക് മേളിൽ ഒരിടത്തും പോയിട്ടില്ല ഈ സ്റ്റിക്കിൻ്റെ വില. അപ്പോഴാണ് നമുക്കിത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. അത് ഏത് സൈറ്റാണെന്നൊന്നും ഞാൻ നോക്കിയില്ല, ഞാനല്ല ഓർഡർ ചെയ്തത്. അപ്പം അവിടുന്ന് കിട്ടിയേക്കുന്നതാണിത്. അതിൻ്റെ പ്രോഡക്റ്റ് നെയിം അവർ SKU എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. എനിക്കറിയത്തില്ല ഇതെന്തുവാ സംഭവം എന്നൊന്നും. ബാക്കി നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല. അതിൻ്റെ അവരുടെ ഇതിൻ്റെ കമ്പനിയുടെ ഇതോ അതൊന്നും. പബ്ലിക്കേഷൻ ഷോപ്പ് എന്നാണ് ബാക്കി എഴുതി വെച്ചേക്കുന്നത്. ഇത്രയും സംഭവങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുള്ളതുകൊണ്ടോ വേറെ ഒന്നും അവരുടെ ഇതൊന്നും അവരുടെ കസ്റ്റമർ ഇതോ ഒന്നും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കിടപ്പുള്ളൂ. പക്ഷേ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടും ഒരു കയറി വിളിച്ചിട്ട് അവർ എടുത്തുമില്ല. നമുക്കിട്ട് ഒന്നൊന്നര പണിയാണ് അവർ തന്നേക്കുന്നത്. പിന്നെ നമുക്കിതിപ്പോൾ നമ്മൾ മേടിച്ച് വെച്ചു, ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വെച്ചേക്കാം, എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരുമല്ലോ. എന്നാലും 799 രൂപ കൊടുത്താലേ അപ്പോൾ കളയാൻ പറ്റിയല്ല. അപ്പോൾ എൻ്റെ ഒരു സ്റ്റിക്ക് എന്ന് പറയുന്നത് ഞാൻ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റിക്കാണ്. ഇതിൻ്റെ ചെറുതുകൊണ്ട് എൻ്റെ കയ്യിലിരിപ്പ്. ഇതിൻ്റെ വേറൊരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ മേളുവശം നമ്മുടെ ഇറച്ചിക്കൂടം കടിച്ച് എടുത്ത് കളഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് സ്റ്റിക്ക് ഇല്ലാതെ വന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഈ 2 സ്റ്റിക്കിനകത്തേക്ക് നമ്മൾ മാറിയത്. അപ്പോൾ സ്റ്റിക്ക് ഓർഡർ ചെയ്ത്. അപ്പോൾ ഇനിയെങ്കിലും ആരെങ്കിലുമൊക്കെ ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു സൈറ്റിൽ മാത്രം ഒന്ന് നോക്കി ഓർഡർ ചെയ്യാതെ ഒരു 3-4 സൈറ്റിൽ നോക്കി, അപ്പം അതിൻ്റെ ആ ക്വാളിറ്റിയൊക്കെ അവർ വെരി ഗുഡെന്നും അങ്ങനെ ഓരോ ഒത്തിരി ഇത് എഴുതുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും എഴുതിയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാവുള്ളൂ. അല്ലാതെ ആരെങ്കിലും പറയുന്ന കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എല്ലാവരും ഇപ്പോൾ ഈ ഓൺലൈൻ ഒത്തിരി പ്രോഡക്റ്റുകൾ ടാഗ് ചെയ്യുന്നൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടുകൊണ്ടൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പറ്റുന്നൊരവസ്ഥയാണിത്. മനസ്സിലായില്ലേ? കാശ് പോയ വഴി കണ്ടോ. ഇപ്പം ഒരാഴ്ച കൊണ്ട് എൻ്റെ 2 സ്റ്റിക്ക് കൂടെ മേടിച്ചപ്പോഴത്തേക്ക് 10,500 12,000 രൂപ മാറി കിട്ടി. എല്ലാത്തിനും കൊള്ളുമോ അത് ഉപയോഗിക്കാൻ കൊള്ളുമോ അത് പറ്റില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലൊക്കെ സ്റ്റിക്കും സ്റ്റാൻഡും ഒക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നല്ല ഓഫറൊക്കെ ഉള്ള സമയത്ത് ആമസോണോ ഫ്ലിപ്കാർട്ടോ അങ്ങനെയൊക്കെ പോയി മേടിക്കുക. മീഷോയിൽ എനിക്കൊന്നും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഓർഡറൊന്നും നമ്മൾ ചെയ്ത് മേടിക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ കാണുന്നതിനകത്ത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇച്ചിരി പൈസ കൂടിയാലും നമ്മൾ കടയിൽ പോയി മേടിച്ചേക്കുക. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് പോയി മേടിക്കുക. ഇങ്ങനെ വെറുതെ പൈസ നമ്മൾ കളയേണ്ട ഒരാവശ്യം വരുന്നില്ല. അപ്പം ഇതാണ് എൻ്റെ അൺബോക്സിങ് വീഡിയോ. ഞാനപ്പോൾ ഇതൊന്ന് കാണിക്കാമെന്നോർത്ത് ഒരു വീഡിയോ ആയിട്ട് എടുക്കണം എന്നോർത്തിരിക്കാമെന്നുണ്ട് കുറേ ദിവസമായി. അപ്പം ഇന്നാണ് എനിക്കിപ്പോൾ മൊത്തത്തിലൊരു സമയം എനിക്ക് കിട്ടിയത്, എടുക്കാൻ പറ്റിയത്. അപ്പം ഇത് രണ്ടുമാണ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് സാധാരണ ഇതാണ് കേട്ടോ. കുക്കിങ്ങിൻ്റെ വീഡിയോയ്ക്ക് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ്. ഇതിപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്യാമറ വെക്കാം, മൊബൈൽ വെക്കാം, അങ്ങനെ ഹൈറ്റ് കൂട്ടാം. ഇത് 5 അടിക്ക് മേളിൽ ഹൈറ്റ് ഉണ്ട് ഇതിന് മൊത്തത്തിൽ. അപ്പോൾ ഒത്തിരി ഉപയോഗമുള്ളൊരു സ്റ്റിക്കാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആരിലുമൊക്കെ വേണ്ടിയവർ മേടിക്കുക. എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ 3,350 രൂപയുടെ സ്റ്റിക്ക് നമ്മൾ മേടിച്ച 799 രൂപയ്ക്ക്. പക്ഷെ നല്ല ഇതുണ്ടെന്നല്ല. ഞാൻ അങ്ങനെ ഒരു സാധനം ഇങ്ങനെ കാണാതെ അല്ലെങ്കിൽ അതിനകത്തൊരു നമ്മൾ റിവ്യൂ പറയുമൊന്നും അല്ല. ഇത് നമ്മൾ മേടിച്ച നമ്മുടെ ഒരു അനുഭവത്തിൽ പറഞ്ഞ കാര്യം കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഓൺലൈനിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയൊക്കെ കണ്ടുമൊക്കെ വാങ്ങിക്കുക. ഇതുപോലത്തെ ഒരു അബദ്ധം ആർക്കും പറ്റരുത്. ഇങ്ങനെയുള്ള ചതിക്കുഴി പോയി 250 രൂപയുടെ സാധനം 799 രൂപയ്ക്ക് മേടിക്കുന്ന ഒരു ചതിക്കുഴിയിൽ ആരും പോയി വീഴരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഒരു കുഞ്ഞു വീഡിയോ. അപ്പം ഞാൻ എൻ്റെ ഈ പറ്റിയൊരബദ്ധം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു. എന്നെപ്പോലെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്താ പറയുന്നത് ഇതുപോലത്തെയൊക്കെ അബദ്ധത്തിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റിയല്ല. അത് തന്നെ ഇനി ചാടാതിരിക്കട്ടെ എന്നോർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഇത് രണ്ടും കൂടെ ഒന്ന് കാണിക്കാമെന്നോർത്തുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.